എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതിലെന്താണെന്ന് ഞാൻ ആദ്യം നോക്കാം. ചായേട്ടനും കൂടി ഒഴിവ് വേണം. കാരണം എന്താണെന്നറിയോ, എന്നെ കൊണ്ട് തന്നെ ചെയ്യാൻ നിന്നാ കഴിയണതല്ല. ഇതിപ്പോ ഞാൻ ടൂർ പോയി വന്ന പോലെ ഷായിട്ട് ഇതെല്ലാം ഊരി എൻ്റെ കയ്യിൽ വന്നിട്ട് പറയാണ്, ചോദിക്കാണ്. ഇന്നിപ്പോളേ ഈ പറമ്പിൽ വേറെ പണിക്കൊന്നും വരുന്നില്ല. നമ്മുടെ ഈ തെങ്ങും തൈ ഓർമ്മയുണ്ടാ? നമുക്ക് ആകെ 2 കഷ്ണം വേണ്ടോ? ഞാൻ എടുത്തപ്പോ 2 എടുത്തു. ഇന്നെ എന്തോരം നേരം ഒരാ വരി നിന്നിട്ട് മണിക്കൂറുകളോളം പോയേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. അയ്യോട്ടാ, അതെ ഷായിട്ടെന്താ ഇവിടെ കള തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണാവോ ഷായിട്ടൻ ഈ ടൂർ പോയപ്പോൾ 2 ദിവസം കളയ്ക്കാണ്ട് നിന്നെന്നുള്ളത് എനിക്കറിയില്ല കേട്ടാ. അത്രയും എന്താ പറയുക, എനിക്കറിയില്ല. ഞാൻ കണ്ണോർന്ന് നോക്കുമ്പോൾ നമ്മൾ പറമ്പിൽ ആളെ കാണുന്ന പോലെയാണ്. അടുക്കളയിലത്തെ പണി ഞാൻ ചെറുപ്പിക്ക് നോക്കിയേ. ഈ ഒരു സ്ഥലം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മണ്ണൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ, കുറെ പുല്ലൊക്കെ ചെത്തിയിട്ടല്ലേ ഇട്ടിട്ടുണ്ടായിരുന്നത് നമുക്ക് കൊള്ളി നടാനായിട്ട്. ഇപ്പം അതൊക്കെ നോക്കിയേ, മണ്ണൊക്കെ ഇട്ട് ഇതേപോലെ ഒരു തടൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് ഇന്ന് രാവിലത്തെ ഒരു കാര്യമാണ് ഇട്ടത് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ കളയ്ക്കാന്ന് പറഞ്ഞ് ഞാൻ പറയണ പോലെ എനിക്കറിയില്ല ഷായിട്ടിൽ ഇത്രയും വീക്കൻസ് ഇങ്ങനെ കളയ്ക്കാനായിട്ട് കിട്ടിയോടെ എന്നുള്ളത്. അത് ഇപ്പോഴല്ല, പണ്ടേ മുതൽ അങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് ഇപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോഴല്ലേ ഞാൻ കണ്ടിട്ടുണ്ടേ ഷായിട്ടിൻ്റെ ഇതേപോലെ പറമ്പിൽ കളിക്കുന്നത്. അപ്പോൾ ഞാനൊക്കെ അന്ന് വിചാരിച്ചില്ല അവർ കൃഷിയോടുള്ള ഇഷ്ടമുണ്ട് നന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോൾ കണ്ടു 2 ദിവസം സാധാരണ നമ്മൾ ടൂറൊക്കെ പോയി വന്നാൽ റെസ്റ്റ് എടുക്കാൻ തോന്നില്ലേ, ഷായിട്ടിന് ആ 2 ദിവസത്തെ പണിയും കൂടി മുഴുവൻ എടുക്കാനായിട്ട് ഇറങ്ങിയെങ്കിട്ട് നോക്ക്. ശരീരമൊക്കെ കണ്ടു വയർത്തു അത് ഷായിട്ടാ. അത് ചെയ്ത് ശീലമായില്ലേ ഷായിട്ടാ? പക്ഷെ ഇതേപോലെ കളച്ചിട്ട് വൃത്തിയാക്കിയിട്ട് ഒരു ഭാഗം ഇങ്ങനെ വൃത്തിയാക്കി വരുമ്പോൾ അടുത്ത ഭാഗത്ത് പുല്ലായി. അത് പണ്ട് അല്ല, നമ്മുടെ അപ്പുറത്തെ പറമ്പും അതേപോലെ തന്നെ കളച്ചെന്നെ നോക്കണല്ലോ. അപ്പം അത് കാരണം കളയ്ക്കാൻ എന്നുണ്ടാവും, പുള്ളി ചെത്താൻ എന്നുണ്ടാവും കേട്ടോ. അപ്പം ഇതേപോലെ കൂടുതൽ നമ്മൾ മണ്ണിങ്ങനെ ഉയർത്തിയിടുന്നതിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ, മഴ വരുമ്പോൾ നമുക്ക് വെള്ളം നിൽക്കും. അപ്പോൾ പ്രതീക്ഷയാണ് ഇത്രയും ഉയരത്തിൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളം കയറില്ല എന്നുള്ളത് അറിയില്ല. നമ്മളിങ്ങനെ വെള്ളം കയറും പോവോ എന്നുള്ളത് നോക്കില്ല, നമ്മൾ ചെയ്യേണ്ട കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടാറുണ്ടല്ലോ ഉണ്ടായിട്ട്. അപ്പം അങ്ങനെ ഷായിൻ്റെതായ പണികൾ നല്ല ഭംഗിയാ. ആ ചെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത് കാണാൻ അവിടുത്തെ ഒരു 4 ദിവസം കഴിയുമ്പോഴേക്കും കാണാം അവിടെ ഇവിടെയൊക്കെ ഓരോ കളപ്പുല്ലുകൾ ഇങ്ങനെ പൊന്തി വരുന്നത്. പിന്നെ ഇതെനിക്ക് കൊള്ളി നടാളതാ. ഇത് നമ്മള് പിന്നെ നോക്കിയേ ഈ വാഴയുടെ കടക്കിലേക്കൊക്കെ നോക്കിയേ ഇതിന്റെ ഇങ്ങനത്തെ കടക്കില്ലേ ഇതേപോലെ മണ്ണിട്ടില്ലെങ്കിൽ നമ്മൾ പയർ നട്ടു കൊടുക്കൂട്ടാ. അത് ഒരു രസമാണ് ഇങ്ങനെ വാഴയുടെ ഇടയിൽ. ഇതാ പ്ലാറ്റിനിമോ കണ്ട നടക്കണേ. അവന് ഭയങ്കര കടച്ചില്, സങ്കടം തീരുന്നില്ല. അപ്പൊ പിന്നെ അവനോട് കടത്തി ബാക്കിയുള്ളൊരു വലിയ കുഴപ്പമില്ല. അപ്പം ഇതിൽ പയർ നട്ടു കൊടുക്കണം, ഇതിൽ കൊള്ളി നട്ടു കൊടുക്കണം എനിക്കിന്ന്. ഇപ്പം നടില്ല, ഞാൻ എൻ്റെതായ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ് വന്നതിന് ശേഷം വൈകിട്ട് നട്ടു കൊടുക്കുള്ളൂ കേട്ടാ. അപ്പം ഷായിട്ട് ഞാൻ പോവാട്ടാ. അപ്പം ഞാനുണ്ടല്ലോ നമ്മുടെ ഈ പറമ്പിലേക്ക് പോന്നു കേട്ടാ. ഷായേട്ടനെ ടൂർ പോയി വന്നപ്പോഴേ 2 ദിവസമാണ് നമ്മുടെ വീട്ടിലത്തെ ഭക്ഷണം ഇല്ലാതിരുന്നുള്ളൂ. അപ്പോഴേക്ക് ഷായേട്ടൻ പറയണേ എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഭക്ഷണത്തിനോടൊക്കെ ഭയങ്കര ആർത്തി തോന്നാന്ന്. അപ്പം എനിക്ക് തോന്നി ഇന്ന് ഷായേട്ടന് പാൽക്കപ്പും ബീഫും വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടാ. അപ്പം ഞാനതാണ് ഈ പറമ്പിലേക്ക് പോകുന്നത്. അപ്പം ചെറിയൊരു കൊള്ളി മതി നമുക്ക് ഇന്ന്. അപ്പം നമുക്കൊരു ചെറുത് മതിയല്ലോ. അപ്പം ഞാനേ വെട്ടുകത്തി എടുക്കട്ടെ, എൻ്റെ തലയ്ക്കൊന്ന് വെട്ടെ. ഇവരൊരു വെട്ടുകത്തി ഇരിക്കാറുണ്ട്, ഇന്നിപ്പോൾ അത് കാണാനില്ല. അപ്പോൾ ഇതൊരു പഴയ വെട്ടുകത്തി എത്തിരി തുരുമ്പൊക്കെ പിടിച്ചത്, പക്ഷെ നല്ല മൂർച്ചയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നോക്കാം. പറിച്ച് നോക്കട്ടെ കേട്ടാ. ഇന്നേ നമ്മളാണെങ്കിൽ ടൂർ പോയ പിറ്റേ ദിവസമായ കാരണം തന്നെ അവർക്ക് മുടക്ക് കൊടുത്തു. അപ്പോൾ എനിക്ക് ചെറിയൊരു കൊള്ളി മതി. അത് കാരണമാണ് ഞാൻ ഇത്രയും ചെറുത് നോക്കി വലിക്കാന്ന് വെച്ചാൽ. ഒരു കൊള്ളി കിട്ടിയാൽ മതി, 1 2 എണ്ണം കിട്ടിയാലും മതി. ഇത് കുഴപ്പമില്ല. എന്താ
കണ്ടോ ഇതേപോലെ ഇന്നിപ്പോഴേ ഈ പറമ്പിൽ വേറെ പണിക്കൊന്നും വരുന്നില്ല. അപ്പം ഞാൻ നമ്മുടെ ഈ കൊള്ളിത്തറി ഇത് നല്ലതാ. അമ്മ അതിലൊരുത്തേ ഒന്ന് കുത്തിച്ചാരി വയ്ക്കട്ടെ. നമ്മുടെ അമരം നോക്കിയേ, കുറ്റിയമരം നോക്കി നന്നായിട്ട് പൂ പിടിച്ചിട്ടുണ്ട് കേട്ടാ. അതുപോലെ ഇതൊക്കെ നമ്മുടെ എന്താ പറയുക കൊത്താമരയുമ്പം പൂവായിട്ടുണ്ട്. അയ്യോ കൊത്താമരയമേ മറ്റേ നമ്മുടെ ഇത് പടർ നോക്കണ് നിത്യവൈദ്യനിങ്ങ അതൊന്ന് വിടർത്തി നീക്കട്ടെ, അല്ലെങ്കിൽ കൊത്താമരയെ നശിപ്പിക്കും. കയ്പ്പിക്കും കയറിയിട്ടുണ്ട് പടർന്ന്. ഒരു സൈസ് പടരണ ഒരു സംഭവം കൂടി ഉണ്ടേ. അതും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കണ്ട, പിന്നെ ആകെ കാട് പിടിച്ചോണം, എല്ലാത്തിനും ചുറ്റി കയറും. അത് മാത്രം ഒന്ന് വലിച്ചു കളയട്ടെ. നമ്മുടെ ഈ തെങ്ങും തൈ ഓർമ്മയുണ്ടാ? ഒരു ദിവസം നമ്മൾ വെച്ചത് ഇത്ര ഉണ്ടായിരുന്നല്ലോ, കുഞ്ഞു തെങ്ങും തൈ നോക്കിയേ. ആളിപ്പോൾ ഇത്രയായി, വേഗം വേഗം വളരുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് വീട്ടിൽ പോവാട്ടാ. ടൈസും കുട്ടാ എന്തിനാ ഓടി വന്ന പേളിക്കുട്ടി അവിടെ വന്ന് പറഞ്ഞാൽ ഈ പറമ്പിലേക്ക് ഞങ്ങൾ പോകുന്നുണ്ടെന്ന്. അവളിവിടെ വന്നിട്ട് ഓടി അങ്ങോട്ട് പോയിട്ടുണ്ട്. വായ കഴിഞ്ഞു, നമ്മുടെ കഴിഞ്ഞു, വാ പോവാ. പോരെ വാ, കഴിഞ്ഞിട്ടുണ്ട്, പോരെ വാ. ടൈസും കുട്ടിയാണ് നടന്നെത്തണില്ല അല്ലേ? പേലിക്കുട്ടി ആദ്യം ഓടി പോവല്ലേ ടൈസാ? അപ്പം ഞാനുണ്ടല്ലോ നമ്മുടെ ബീഫിലേക്കുള്ളത് ആ മസാലയ്ക്ക് ഞാനിത് റെഡിയാക്കി കുക്കറിൽ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പം അമ്മ ഇതാ നമ്മുടെ കപ്പയ്ക്ക് നന്നാക്കുന്നുണ്ട്. വേഗം വേവണ കപ്പയാണ് കേട്ടോ നമ്മുടെ. പാൽക്കപ്പയും ബീഫ് നല്ല ടേസ്റ്റ് അല്ലേ? അപ്പം നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആവണുണ്ട് കേട്ടോ. അപ്പം ഞാൻ പാൽക്കപ്പ വയ്ക്കുമ്പോൾ കൊള്ളി ഒന്ന് തിളപ്പിച്ച് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം ഇതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ വേപ്പില മാത്രം ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ 2ാം പാൽ ഒഴിച്ചിട്ട് അതിലാട്ടോ കൊള്ളി വേവിച്ചെടുത്തത്. അപ്പോൾ ഇതാ ഇതേപോലെ വെന്ത് വന്ന നേരത്ത് 1ാം പാൽ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനിതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമ്മളിതിൽ താളിക്കും. പിന്നെ ഇതിൽ നമ്മൾ ചുവന്നുള്ളി ചതച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ പാൽക്കപ്പ നമ്മുടെ യൂണിക് ഫാമിലി 2.0 കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ പാൽക്കപ്പി ചിക്കൻ കറിയാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ പാൽക്കപ്പിയും ബീഫാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ടേസ്റ്റിലൊരു ബീഫ് കറി കേട്ടോ, നാളികേരം പാലൊക്കെ വെച്ചിട്ട്. അത് ഞാൻ വേറൊരു ദിവസം നമ്മുടെ യൂണിക് ഫാമിലി 2.0 വെക്കാം കേട്ടോ. ഇന്ന് എൻ്റെ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നേരെ ഇതാ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുക കേട്ടോ. കാരണം വേറെ ഒന്നല്ല, കുറച്ച് ഭാഗം ഇങ്ങനെ വൃത്തിയാക്കി എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഷായേട്ടനും കൂടി ഒഴിവ് വേണം. കാരണം എന്താണെന്നറിയും, എന്നെ കൊണ്ട് തന്നെ ചെയ്യാൻ നിന്നാൽ കഴിയണതല്ല, ക്ലീനിങ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ ഞങ്ങൾ അവിടേക്ക് ആക്കി വെക്കുക. ഒക്കെ നിൽക്കണ നോക്കി ഇങ്ങോട്ട് നോക്കിയിട്ട് കുറേ നേരം സങ്കടം പറഞ്ഞു നിൽക്കണു കേട്ടോ. ആ കുട്ടിപ്പട്ടാളങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം കൂടി പറയാട്ടാ. ഷായേട്ടൻ ടൂർ പോയല്ലോ, ഈ 2 ദിവസമല്ലേ കുട്ടിപ്പട്ടാളങ്ങളെ ഞാൻ മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് വിഷമിച്ചു. കാരണം എന്താ പറയുക, അവർ ഫുൾ സങ്കടത്തിലായിരുന്നു. കാരണം നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് ഒരു മുഖമുണ്ട്, എപ്പോഴും ചിരിച്ചൊരു മുഖം, നാവൊക്കെ പുറത്തേക്ക് ഇട്ട് ഇങ്ങനെ ചിരിച്ചിരിക്കുന്ന ഒരു മുഖമാണ് അവരെ മുഖത്ത് നോക്കിയാൽ. നമുക്ക് തന്നെ എന്തെങ്കിലും പണികളും കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീലിംഗ് നമുക്ക് അനുഭവപ്പെട്ടത് തന്നെ ഇവരെ മുഖത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് മറന്നിട്ട് നമ്മൾ അമ്മയുടെ പൊന്നേന്ന് വിളിച്ച് പോവും. അത്ര ചിരിച്ച മുഖം ആ കുട്ടിപ്പട്ടാളങ്ങൾ 2 ദിവസം. ഷായേട്ടൻ എന്നോട് ടൂർ പോയപ്പോൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഇവരെന്ന്. അപ്പം ഞാൻ ഷായേട്ടൻ്റെ ആ ഒരു ടൂർ എൻജോയ് ചെയ്യണേന് ഒരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് വെച്ചിട്ട് ഷായേട്ടനോട് പറഞ്ഞു, അവർ കുഴപ്പമില്ല, അവർ ഓക്കെ ആണെന്ന്. ഒരു ഓക്കെ അല്ലായിരുന്നു. കാരണം സ്വതവേ തന്നെ ഞങ്ങൾ കുറച്ച് നേരമല്ലേ ഷായിട്ടാ, നമ്മളൊക്കെ ഒരു 2 മണിക്കൂറൊക്കെ കാണാണ്ട് വരാണെങ്കിലേ
ആ പരാക്രമല്ലേ അവർക്ക് കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെയാണ്. ഇപ്പൊ ഷായട്ടിനായിട്ട് ടൂർ പോയി വന്നപ്പോ കാണിച്ചത് കണ്ടില്ലേ, അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ അടുത്തേക്ക് വന്നപ്പോ വേറെ ഉണ്ടായിരുന്നു അംഗം. അപ്പോ എന്താ പറയാ, അവരിങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇതിൽ കൂടിയിട്ട്. റൊണാൾഡോ മോന് ഒരു പ്രത്യേകത ഉണ്ട്, അവന് ഇവരിൽ ഇത്തിരി ദേഷ്യം കൂടുതൽ. ദേഷ്യം എന്ന് വെച്ചാൽ ആളിതിൽ ഉണ്ടപ്പനാണ്. അപ്പൊ അതൊക്കെ എടുക്കാനൊക്കെ ഇത്തിരി സൗകര്യമൊക്കെ കൂടുതൽ വേണം. ബോൾട്ടൻ മോനാണെങ്കിൽ വേറൊരു സ്വഭാവം, തോട്ടിയുടെ സ്വഭാവം. കാരണം അവനിങ്ങനെ കിടക്കുമ്പോൾ അവൻ പോയിട്ട് അവനിങ്ങനെ കവച്ച് നോക്കി നിൽക്കും. അപ്പൊ ഇവൻ ഒരു മുള്ളിച്ച് നോക്കിണ്ട്. അതേപോലെ റൊണാൾഡോ മോൻ അവിടെ കിടന്നിട്ട് എന്തേലും ചോദിക്കും അപ്പൊ എന്താണ് പൊന്നാ ഷായട്ടിനാണ് ഇങ്ങനെ മുണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഭയങ്കര ഇതായിരുന്നു അവരുടെ സങ്കടം. പിന്നെ ഷായട്ടനെ കണ്ടപ്പോൾ അവർ ഓക്കെ ആയി. അപ്പൊ ഞങ്ങളൊരു കൈ ഉറപ്പിച്ചു, ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു യാത്ര ഉണ്ടാവില്ല എന്നുള്ളത്. കാരണം എന്താണെന്നറിയോ, നടക്കില്ല, പെട്ടെന്ന് ഉണ്ടാവില്ല എന്തായാലും. പിന്നെ നമുക്ക് നോക്കാം എങ്ങനെയാന്നുള്ളത്. നമ്മൾ പണ്ടൊക്കെ പറയാറുണ്ട്, ഇവിടെ നമുക്ക് കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ പശുവിനെ മേടിക്കുന്ന എല്ലാവരും പറയുമ്പോൾ അന്ന് ഷായേട്ടനാണ്. ഞാനിങ്ങനെ ആഗ്രഹം പറയും നമുക്കൊരു പശുവിനെ മേടിച്ചാലോ എന്ന്. അപ്പം അന്ന് ഷായേട്ടൻ തന്നെയാണ് പറയാം, ഈ പശുവിനെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 4 ദിവസമൊക്കെ എങ്ങനെയാണ്. കാരണം നമ്മൾ എല്ലാ വർഷവും കൊല്ലത്തിൽ ഇതേപോലെ ഒരു 5-8 ദിവസമൊക്കെ ടൂർ യാത്രകളുണ്ട്, ഒരാഴ്ച ഫുള്ള്. അങ്ങനെയാണ്. അപ്പം അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഷായേട്ടൻ സമ്മതിച്ചിരുന്നില്ല. പിന്നെ എന്താ പറയാ, ഭഗവാൻ എന്തോ നിശ്ചയിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോലെ അറിയാതെ നമുക്ക് ഇവർ എത്ര പേരെ കിട്ടി, നമുക്കത് പറ്റിയില്ല. പിന്നെ വേറെ ആൾക്കാർക്ക് കൊടുക്കണം. ഇപ്പോഴും എത്ര പേരാന്ന് ചോദിക്കണേ, ഞങ്ങൾ പൊന്നു പോലെ നോക്കാൻ തരുമോന്ന്. പക്ഷെ നമുക്കത് പറ്റില്ല കേട്ടാ. അങ്ങനെയല്ല, നമുക്ക് ഒരാളില്ലാത്ത കാര്യം ചിന്തിക്കാൻ പറ്റണില്ല. അതായത് ഇവര് ഒരാളില്ല എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഒരു പെട്ടെന്നൊരു ഇത് വരിക നെഞ്ചിട്ട്. അപ്പോൾ പക്ഷെ അതുകൊണ്ടാണ് ഞങ്ങളുടെ ടൂറുകളൊക്കെ ഇനി ഇതേപോലെ. ഞാൻ ഒറ്റയ്ക്ക് പോരൊന്നും ഉണ്ടാവില്ല എവിടേക്കും ഷായിട്ടില്ലാണ്ട്. പക്ഷെ ഷായേട്ടന് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുമ്പോൾ എന്തായാലും പോയേ പറ്റൂ. അപ്പം അങ്ങനെ ഷായിട്ട് പോട്ടാ. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഭാഗം നോക്കി കണ്ട എത്ര ഉണ്ട്, തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റേയില്ല, കഴിയില്ല. ഇന്നലെ ഇങ്ങനെ ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ഇട്ട് വെച്ചു. ഇനി ഇന്നൊന്ന് നനച്ചൊന്ന് നല്ല എക്സസൈസ്. ഞാൻ ഈ ചുമരും ഒക്കെ ഒന്ന് ജസ്റ്റ് കഴിക്കണം. നമ്മള് എൻജോയ് ചെയ്തിട്ട് ചെയ്യണതാണ്, അല്ലാണ്ട് ഇപ്പൊ അയ്യോ ഇത് ചെയ്യണ്ടേ എന്ന് വെച്ചിട്ടൊന്നല്ല. അങ്ങനെയല്ല കേട്ടാ, അത് നമ്മളെ ഇഷ്ടം കൊണ്ടാ ഇവരെന്ത് ചെയ്യാനും നമ്മളെ ഇഷ്ടം കൊണ്ടാ ചെയ്യുന്നത്. അതായത് അവര് മാക്സിമം വൃത്തിയില് ഇരിക്കണം, അവർക്ക് അസുഖങ്ങൾ വരരുത്. കാരണം 7 പേരാണ് നമ്മുടെ ഇവിടെ. ഓരോ കാര്യങ്ങൾ ഇവരുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് അതേപോലെയാണ് എല്ലാം അത് ചെയ്യുക. കാരണം ഭക്ഷണത്തിൽ പോലും ഡോക്ടറോട് ചോദിക്കും. അതേപോലെ ഇവർക്ക് സ്കിന്നിനൊന്നും ഇങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും വരാൻ പാടില്ലല്ലോ. അപ്പോൾ അതൊക്കെയും പല എന്താ പറയുക അവരുടെ ഭയങ്കര ചിട്ടകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലീനിങ് ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ ഉള്ളൊരു പണിയാണ്. നമ്മൾ ഇതുവരെ കാണിച്ചിട്ടൊന്നുമില്ല. അപ്പം ഇന്ന് ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് ഒന്നത് കാണിക്കാം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് കുളിക്കലൊക്കെ ഇവര് തന്നെ കുളിച്ചോളും. എന്നാലും ഒരാഴ്ച നമ്മള് ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു 10 ദിവസം കൂടുമ്പോൾ നമ്മള് തേച്ച് കുളിപ്പിക്കും ഇവരെ. അത് പിള്ളേർമാര് നമ്മൾ കാട്ടിൻ്റെത് കയ്യൊക്കെ നീട്ടി തരും. ഇങ്ങനെ തേക്കാനൊക്കെ ആണെങ്കിൽ ശരിക്കും അവരെല്ലാം നീട്ടി തരും. ഇപ്പൊ സങ്കടത്തിലാണ് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഇതാണ് ഇത് കഴുകിട്ടാവാന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇതിൽ കിടന്നിട്ടുള്ളൂ. കണ്ടില്ലേ സങ്കടം. ചിലപ്പോ ഈ ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ആകുമ്പോഴേ ചിലപ്പോ പൊള്ളലൊക്കെ ഉണ്ടാവും, പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ഷൈറ്റാ? അപ്പൊ കേട്ടോ, നമ്മളിതാ ഈ അറ്റത്തോട്ട് വരെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കഴുകുമ്പോഴേ നന്നായിട്ട് വൃത്തിയാവാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴുകണേക്കാളും മുന്നേ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ കളിക്കോപ്പുകൾ പറക്കട്ടെ. എന്താന്ന് പറയുക, കളിക്കോപ്പുകൾ നാളികേരം കേട്ടാ. അവർക്ക് എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ കടിച്ച് വലിച്ചിരിക്കണല്ലോ. നാളികേരം പൊളിക്കുകയൊക്കെ ചെയ്ത് നോക്കിയേ കണ്ടോ, ഇതൊക്കെ അവർ പൊളിച്ചിട്ടുള്ളതാ. നാളികേരം പൊളിക്കും, അടക്കി വരുമ്പോൾ അടക്കി എടുത്തോന്നിട്ട് അത് പൊളിക്കും. ഇതൊക്കെയാണ് ഇവരുടെ പണികൾ കേട്ടാ. അപ്പം നമ്മളിത് വൃത്തിയാക്കി എന്താ പറയുക, വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഇതൊന്നും ഇവിടെ ഇട്ടില്ലെങ്കിലേ നമ്മൾ കുട്ടികളെ കണ്ടിട്ടില്ലേ, നമ്മൾ ചില സമയത്ത് വീടിൻ്റെ ഉള്ളിൽ വൃത്തിയാക്കും. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ കളിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ മോശമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ എടുത്ത് കളയാൻ നോക്കും. അപ്പം അന്നത്തെ ദിവസം ഫുൾ അടിയായിരിക്കും. എൻ്റെ അത് കാണാനില്ല ഇത് കാണാനില്ല എന്ന് പറയില്ലേ, അതേപോലെയാണ് ഇവരുടെ. ഇപ്പം ഇതൊക്കെ നമ്മൾ നീക്കുക. ഇവിടെ വന്ന ഭയങ്കര അന്വേഷണ പരാക്രമ നമ്മുടെ മുഖത്തൊക്കെ നോക്കിയിട്ട് എന്നൊക്കെ കൊണ്ട് പ്രത്യേക കരച്ചിലൊക്കെ കരയും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചാക്കിലാക്കി വയ്ക്കും. നമ്മളിവിടെ വൃത്തിയാക്കി കഴിയുമ്പോൾ ഇതൊക്കെ ഇവിടെ ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ ഭയങ്കര രസമായിട്ടാ, മിണ്ടാൻ പറ്റില്ല എന്നുള്ളൂ. പക്ഷെ ബാക്കിയെല്ലാതും അവരുടെ ഭാഷയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും. ഞങ്ങൾക്ക് ശരിക്കും ഒരു 7 പേരുണ്ടെങ്കിൽ നമ്മൾ 7 കുട്ടികളുള്ള പോലെ തോന്നുക. അത്രയും ഒരു പ്രത്യേക രീതിയായിട്ട് അത് നമുക്ക് ഇങ്ങനെ വളർത്തുന്നവർക്കറിയാം അവരുടെ ആ ഒരു സ്വഭാവം, അവരുടെ ആ പിണക്കും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഭയങ്കര രസമാണ്. എന്തായാലും അപ്പോൾ ഇതൊക്കെ വേഗം എടുത്ത് തുടങ്ങട്ടെ.
കുറച്ചൊന്നല്ലേ, ഇവരെ എണ്ണത്തിനേക്കാളും കൂടുതലിട്ട് കൊടുക്കണം. ചിലപ്പോൾ ഒരാൾ 2 എണ്ണൊക്കെ കൊണ്ട് വയ്ക്കൂ. ഇത് നമ്മളിട്ട് കൊടുക്കണ നാളികേരം ഇല്ല കേട്ടോ. തുടക്കമൊക്കെ എനിക്ക് ഇട്ട് കൊടുക്കേണ്ട വന്നല്ലോ. പിന്നെ തെങ്ങ് നാളികേരം ഇല്ല, അല്ല പച്ച നാളികേരം വരുമ്പോഴേ നമ്മുടെക്കാൾ സ്പീഡിൽ പോയി എടുത്തുകൊണ്ടിരും അവര്. ഞാൻ കാണിച്ചിട്ടുണ്ട് പല വീഡിയോയിൽ അവർ ചകിരി ഇങ്ങനെ കടിച്ച് വലിച്ച് ചെയ്യേണ്ടിയിരുന്നത്. നോക്ക് ഇത്രയും നാളേരുണ്ട്. ഇത് കൊണ്ടേക്കിട്ട് ആദ്യം ഇനി അടിച്ച് കൂട്ടിയിട്ടുണ്ട്. ഇനി അത് വാരിയെടുക്കട്ടെ. അയ്യോ എൻ്റെ മക്കൾക്ക് എന്താ സങ്കടം പൊന്നി. ഓ ഫ്ലാറ്റിന് പോകണ ഏറ്റവും സങ്കടം കരച്ചില്. അല്ലേ പ്ലേറ്റിന് കൂട്ടാ സ്പീഡിൽ നമുക്ക് വൃത്തിയാക്കാടെ പൊന്നോ. ഒന്നും പറയാൻ പറ്റില്ല, പറയുന്നൊരു സങ്കടം കൂടുക. നമുക്ക് ഈ ബാക്കിൽ തന്നെ 3 മാവുണ്ട്. അതുകൊണ്ട് തന്നെ ചവറിനൊരു ക്ഷാമം ഉണ്ടാവില്ല. അവിടെ ഒക്കെ അടിച്ചു വാരി കൂട്ടിയിട്ട് ഇരിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലത്. ഞാൻ അവിടെ പോയി കോരട്ടെ. ഞാനിവിടെ കുറച്ച് നേരത്തെ അടിച്ചു കോരി കൂട്ടിയിട്ടോ. അപ്പളേക്ക് നോക്കി ഇവിടെ ചവറ് കൊഴിഞ്ഞു. ഇങ്ങനെയാണ്. അങ്ങനെ ഞങ്ങളുടെ ക്ലീനിങ് ഒരുവിധം കഴിഞ്ഞു. ഒരുവിധമല്ല കേട്ടോ, നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എപ്പോഴും ടൈല് കേൾക്കുമ്പോൾ വിചാരിക്കും കേട്ടോ, നമുക്ക് ഈ ടൈല് കേൾക്കണം മെഷീൻ മേടിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അത് പിന്നെ വിട്ടുപോകും. പിന്നെ അടുത്ത പ്രാവശ്യം ടൈല് കേൾക്കുമ്പോൾ അയ്യോ അത് മേടിക്കായിരുന്നു വിചാരിച്ചു. എന്തായാലും ഇനി എന്തായാലും താമസിച്ചാണ്ട് തന്നെ മേടിക്കണം. അപ്പം ഇങ്ങനെ കഴുകുമ്പോൾ എന്നിട്ടാണെങ്കിലേ നമുക്ക് കഴുകാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഉരയ്ക്കാണല്ലോ, വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ മറ്റേ മെഷീനാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ അതും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ വാടകയ്ക്കൊക്കെ എടുത്ത് കഴുകാറുണ്ട്. അപ്പം അതിങ്ങനെ ചീറ്റുമ്പോൾ നമ്മുടെ കൈക്ക് ഇങ്ങനെ കഴപ്പായിട്ട് അതിങ്ങനെ പിടിച്ച് ഇങ്ങനെ ആക്കുമ്പോൾ അപ്പം എന്തായാലും മെഷീൻ മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. എനിക്കറിയാം ഈ വീഡിയോ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയാനോട് അത് മേടിക്കാനായിരിക്കും എന്നുള്ളത്. അപ്പം എന്തായാലും അടുത്ത പ്രാവശ്യം നമുക്ക് മേടിക്കുകയും ചെയ്യാം. അപ്പം ഇനിയിപ്പോൾ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഷായായിട്ട് മോട്ടർ അടിച്ച് ഇങ്ങനെ വെറുതെ ഒന്ന് കഴുകാൻ മതി. ബാക്കിയൊക്കെ വൃത്തിയായിട്ടുണ്ട്. ഇവിടെ കുട്ടിപ്പാട്ടാളങ്ങളെ വിടട്ടെ, അവരൊരു സന്തോഷം നോക്കിക്കോളട്ടെ. ഇങ്ങോട്ട് വിടും. സ്കൂൾ വിട്ടിട്ട് കുട്ടികൾ പോണ പോലെ ഇല്ലേ പരിയായിട്ട് ഇഷ്ടമായി. ഇത്ര വേണ്ടോ നമ്മളെ ചുറ്റുപറ്റി നിൽക്കണവർക്ക്. അതിപ്പോൾ അവിടെ ആയാലും നമ്മളുണ്ടെങ്കിൽ നിൽക്കാൻ ഇഷ്ടമുള്ളൂ, ഇവിടെ ആയാലും നമ്മൾ നിന്നുണ്ടെങ്കിൽ നിൽക്കാൻ ഇഷ്ടമുള്ളൂ. കണ്ട
നല്ല കുട്ടികളായി. അല്ലേ, സമാധാനമായി അമ്മയുടെ കുട്ടികൾക്ക്. അമ്മയുടെ അടുത്തേക്ക് അങ്ങോട്ട് കഴിഞ്ഞ് വന്നപ്പോ ഇനി നമുക്കുണ്ടല്ലോ വെഡിങ് ആനിവേഴ്സറി വിഷ് ചെയ്യാനും അതേപോലെ തന്നെ ഹായ് പറയാനുണ്ട് കേട്ടോ. റീന ജോണിയുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു മെയ് 29. അപ്പോൾ മെയ് 29 വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ച റീന ചേച്ചിക്കും ജോണി ചേട്ടനും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇനി നമുക്ക് ഹായ് പറയാം കേട്ടോ. പ്രസന്ന മേനോൻ ഹായ് പ്രസന്ന ചേച്ചി. കമലം എം ഹായ് കമലേച്ചി. ജോളി വിൽസൺ ഹായ് ജോളി ചേച്ചി. ഇനി നമ്മുടെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ. ആയോട്ടെ. അപ്പൊ ഞങ്ങൾ കഴിക്കാട്ടാ പാൽക്കപ്പിയും കൊള്ളിയും. അപ്പൊ എന്ന് വെച്ചാൽ നമ്മള് ഒരു യുദ്ധം കഴിഞ്ഞിട്ടല്ല ഇങ്ങോട്ട് വരുന്നത്, ഒരു പിടുത്തം പിടിക്കാന്ന് വെച്ചപ്പോ ഞാനേ നമ്മുടെ പാൽക്കപ്പ വെക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ യൂണിക് ഫാമിലി 2.0 ഇട്ടിട്ടുണ്ട് കേട്ടാ. നല്ല രസമാണ് ഇങ്ങനെ വെച്ചാലും. അപ്പൊ ഇത് കാണാനായിട്ട് വെച്ചത് നമ്മുടെ യൂണിക് ഫാമിലി 2.0 രസല്ലേ അമ്മേ? ഇത് ഭയങ്കര രസമാണ് കഴിക്കാനുണ്ടാ, പറയേണ്ട കാര്യം. പിന്നെ ഇന്ന് ഇപ്പം എൻ്റെ കയ്യിലൊരു വലിയില്ലേ, ഇത് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ടിന് ഇടാനാട്ടാ. അപ്പം അതിനേക്കാളും മുന്നേ നോക്കി നമ്മൾ റംബുട്ടാൻ വലിയിട്ടിട്ട് നോക്കിയേ അണ്ണാമ്മ ഓട്ടേക്കിട്ട് അവർ ഇതിനുള്ളിലേക്ക് എങ്ങനെയൊക്കെ കയറിണ്ട്, എന്നിട്ട് കടിച്ചിട്ടാവുക. പക്ഷെ റംബുട്ടാൻ ഇപ്പോൾ അതിന് ശേഷം കുറേയൊക്കെ തിന്നിട്ടുണ്ട്. കാരണം അത് നമുക്ക് മനസ്സിലാവും. ഈ കാണുന്ന വെള്ള ഇതിൽ കിടക്കുന്ന ഈ കുരുക്കളൊക്കെ ഇല്ലേ, ഈ കിടക്കുന്ന കുരുക്കളൊക്കെ അവർ തിന്നിട്ടുള്ളതാണ് കണ്ട. അപ്പോൾ തിന്നണമൊക്കെ ഉണ്ട്. പിന്നെ എങ്ങനെയൊക്കെ നോക്കി താഴെ നോക്കിയേ, നെറ്റ് ഇട്ടിട്ടും കാര്യമില്ല. കാര്യം ഇവർ കടിച്ചുള്ളിയൊക്കെ കയറിപ്പോയിട്ട് ഇവർക്ക് ആവശ്യമുള്ളത് തിന്നണമുണ്ട്, താഴേക്ക് ഇടുന്നുണ്ട്. പക്ഷെ റംബുട്ടാനാണ് ഇങ്ങനെ നന്നായിട്ട് നിൽക്കണമുണ്ട്. നോക്കിയേ കണ്ടോ റംബുട്ടാൻ. ശരിക്കും നമ്മുടെ ഈ റംബുട്ടാനുമ്മ കായ ഉണ്ടായത് നോക്കുകയാണെങ്കിൽ അത്രയധികം കായ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, എന്തായാലും കുറച്ചൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഞാനിത് കൊണ്ടായിട്ട് നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ടിൽ ഇട്ടേ. മിറാക്കിൾ ഫ്രൂട്ട് എല്ലാ വട്ടം പഴുത്ത് കഴിഞ്ഞാലും നമുക്ക് അങ്ങനെ തിന്നാനൊന്നും കിട്ടാറില്ല കേട്ടാ. ഇപ്പം ഈ റംബുട്ടാനുള്ള കാരണം തോന്നുന്നുണ്ട്, അത് മിക്ക ആരും നോക്കിയിട്ടില്ല. എന്നാലും എനിക്കൊരു ഡൗട്ട്, ഞങ്ങൾ തിന്ന് പോയാലോ എന്ന് വെച്ചിട്ട്. നോക്കിയേ ദേ കണ്ടോ നിറച്ചായിട്ടുണ്ട്. ദേ ഒരുവിധമൊക്കെ പഴുത്തിട്ടുണ്ട് കണ്ടോ, നിറച്ചുണ്ട്. ഇവിടേക്കൊക്കെ നോക്കിയാൽ അറിയാം, ഇതേപോലെ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ വെറുതെ 2-3 നെറ്റ് പോലെ അതിൻ്റെ മുകളിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കാനാ. കാര്യമായിട്ടൊന്നും പറ്റില്ല, ഈ നെറ്റുകൾ കാണുമ്പോൾ കയറിപ്പോലും കുറച്ച് കുറഞ്ഞാലോ, അതിനു വേണ്ടി വെറുതെ ചുറ്റിടാനാട്ടാ. ഇട്ട് വലിക്കണമൊന്നുമില്ല, ഞാൻ ഇങ്ങനെ വെറുതെ ഒന്ന് വിരിച്ചിടുക. വിചാരിച്ച പോലെ അല്ലാട്ട് ഈ വലയിടാനായിട്ട്. നമ്മളിപ്പോൾ ഈ ഒരു ചെറിയൊരു മരത്തിമിക്ക് തന്നെ ഞാൻ വലയിടാൻ പെടുന്ന പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇങ്ങോട്ട് വലിക്കുമ്പോൾ അങ്ങോട്ട് പോകും അങ്ങനെ. അപ്പോൾ നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് നെറ്റിടാനായിട്ട്. ഇനിയിപ്പോൾ എന്നിട്ടാണ് ഇങ്ങനെ ഷായിട്ട് എനിക്ക് മണ്ണ് കോരിയിട്ടിട്ടില്ലേ കൊള്ളി നടാനായിട്ട്. അപ്പോൾ അത് പോയി നടട്ടെ. കൊള്ളിയല്ല കൊള്ളിത്തറി. ഞാനേ നമ്മുടെ അവിടുത്തെ പറമ്പിൽ പോയിട്ട് കൊള്ളിത്തറി എടുത്തോളന്നു കേട്ടാ. അപ്പോൾ ഇന്ന് നമ്മൾ പറിച്ച കൊള്ളിയുടെ തറി എല്ലാം എടുത്ത് നോക്കണേ. ഇന്ന് ഞാൻ ചെറിയൊരു കൊള്ളിയല്ലേ പറിച്ചത്. ഇത് നമ്മൾ മുന്നേ നല്ല കുറേ കൊള്ളികൾ ഉണ്ടായി നിൽക്കണ കൊള്ളികൾ പറിക്കാറില്ലേ, അതിൻ്റെ തറിയാണ് 6 മാസമായിട്ടാണ് വേണ്ടത്. പിന്നെ ഇതവിടെ ഇരുന്നിരുന്ന തക്കാളി തയ്യ മുന്നേ മേടിച്ചിട്ട് ഇരുന്നിരുന്നതാ. അപ്പം എന്തായാലും ഷായുടെ ഇവിടെ ഒരു തടം എടുത്തിട്ടില്ലേ, ഈ തടത്തിൽ നട്ടുകൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് ആദ്യം തക്കാളി തൈ നട്ടുകൊടുക്കാം. അപ്പോളേ ഞാനുണ്ടല്ലോ സൂഡോമോണക്സിൽ മുക്കിയിട്ടാണ് നമ്മുടെ തക്കാളി തൈ വെക്കാട്ടാ. പിന്നെ അതിന് മുന്നേ ഒരു കാര്യം കൂടി, ഷായിട്ടൻ ടൂറ് പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ നമ്മുടെ ഈ വീഡിയോയിലൊന്ന് കാണിക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ ഷായേട്ടനൊക്കെ ഇതാ ടൂറ് പോയിട്ട് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിളിച്ച് പറഞ്ഞു ഇപ്പോൾ എത്താറായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഷായേട്ടൻ നോക്കിയിരിക്കുന്നത് ഞാൻ മാത്രമല്ല, പറഞ്ഞയച്ച പോലെ തന്നെ നമ്മുടെ ടൈസും കുട്ടൻ, അംബ്രൂസ്, പേളിക്കുട്ടി, പിന്നെ ഇതാ നമ്മുടെ അല്ലു വണ്ടിയുടെ മുകളിൽ. വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അവരെല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങാട്ടെ. അങ്ങോട്ട് പോണ സന്തോഷം എന്തായാലും ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടാവില്ലല്ലോ. അങ്ങോട്ട് പോകുമ്പോൾ വേറൊരു ശൈലിയാണല്ലോ, ഇങ്ങോട്ട് വരുമ്പോൾ വേറൊരു ശൈലി. അത് കാരണം
അവർക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാവരും സുഖമായിട്ട് യാത്ര കഴിഞ്ഞ് വന്നു. പിന്നെ ആരുടെ മുഖമൊന്നും തെളിയണില്ല ഏട്ടാ, രാത്രി ആയ കാരനെ. അപ്പൊ അവരെല്ലാവരും ഇന്ന് തന്നെ പോവും, ആരും പണി സ്ഥലത്ത് നിൽക്കണമൊന്നുമില്ല. ഞാൻ എന്തായാലും ഇവര് അവിടെ ടൂർ പോയിട്ടുള്ള കുറെ വിശേഷങ്ങളുണ്ടല്ലോ, അപ്പൊ അതൊക്കെ എനിക്ക് ഷായിട്ട് വീഡിയോ പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം കൂടി ഞാൻ ഇതിൽ കാണിച്ചു തരാട്ടാ. അപ്പൊ നമ്മുടെ പിള്ളേരുകളൊക്കെ അവർ വീട്ടിലേക്ക് പോകാൻ പോവാണ്. അപ്പൊ ഷായട്ടിനോടൊക്കെ യാത്ര പറഞ്ഞത്, അതേപോലെ അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അതൊക്കെ പറഞ്ഞ് അവർ തന്നെ പോട്ടാ. അപ്പൊ ഷായട്ടിനെ അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഷായട്ടിന്റെ ബാഗൊക്കെ എനിക്ക് തരാണ്. അപ്പൊ ഷായട്ടനോട് ഇവിടെ ചോദിക്കണ കാര്യം എന്നിട്ടാണെങ്കിൽ യാത്രയ്ക്ക് സുഖമായിരുന്നല്ലോ എന്ന്. ഇപ്പൊ ഞാൻ ടൂർ പോയിട്ട് വന്നിറങ്ങിയ പോലെയാട്ടോ ഷായട്ടനോട് സംസാരിക്കണേ. അതാണ് ഇപ്പോൾ കാണുന്നത്. വണ്ടി വരുന്നുണ്ട്, അപ്പൊ പടക്കം പൊട്ടിട്ട് പേടിപ്പിച്ചു ഓടിട്ട് വണ്ടി കടിക്കുന്നു. അല്ല അവർ പടക്കം പൊട്ട സമയത്ത് പേടിപ്പിച്ചാ ഹലോ ഹലോ അയ്യോ ഭയങ്കര വിഷമമുണ്ടായിരുന്നു അവർക്ക്. ഭയങ്കര സങ്കടമായിരുന്നു അവർക്ക്. ഞാൻ ഭക്ഷണം കൊടുക്കുമ്പോൾ കഴിക്കണെങ്കിലും നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചാ? അല്ല ഭക്ഷണം കഴിച്ചോന്നാണ് ആദ്യം ചോദിക്കേണ്ടത്. ഇതിലെന്താണെന്ന് ഞാൻ ആദ്യം നോക്കാം. ചായല അങ്ങനെയുള്ളൊന്നും വാങ്ങിയില്ല നമുക്ക്. ഇതൊരു പിള്ളേർക്കുള്ളതാണ്. നിന്നെ ഞാൻ ഒരു പിള്ളേരായിട്ടുള്ളതില് കണക്കൂട്ടിയാണ്. പിന്നെ ചോക്ലേറ്റ് കൊണ്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ ചോക്ലേറ്റ് അല്ലേ നോക്കിയപ്പോ കണ്ട. അമ്മയ്ക്ക് എന്താ ചോദിക്കാണ്ടിരുന്നല്ലോ ഷായിട്ടിനോട്? അമ്മ ചോദിക്കുന്നു. അവിടെ ഞങ്ങള് 6 മണിക്ക് കഴിഞ്ഞുണ്ട്. 6 മണിയിൽ മുമ്പ് തന്നെ പോന്നു. മഴയും തൂളുണ്ടായിരുന്നു. പിന്നെ ഒക്കെ ഭയങ്കര തിരക്കാ. പിന്നെ ഭയങ്കര തിരക്ക്. ഈ വെക്കേഷൻ്റെ കഴിയല്ലേ, നാളെയൊന്നും കിടക്കാൻ പറ്റില്ല. ഇന്ന് തന്നെ എന്തോരം നേരം ഒരാ വരി നിന്നിട്ട് മണിക്കൂറുകളോളം പോയേ. താമസമൊക്കെ സുഖല്ലേ? താമസം കുഴപ്പമില്ലേ, ഞാൻ പറഞ്ഞില്ലേ നല്ലതായിരുന്നു. അപ്പൊ അങ്ങനെ ഷായിട്ട് ടൂർ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ കുട്ടിപ്പട്ടാളങ്ങളുടെ അടുത്തേക്കാണ് പോയിട്ടില്ല. അപ്പൊ ഷായിട്ട് ഇവിടെ ഇരുന്നു നമ്മോട് വിശേഷം പറയാൻ. കുട്ടിപ്പട്ടാള അടുത്തേക്ക് ഞാൻ അവരെ എന്നിട്ടേ ബെനിനെ കൂരിയിട്ട് പോണം, അല്ലെങ്കിൽ പരിവാക്കവര്. 7 പേര് കൂടി പോയി ഉറപ്പാ. അതാ ഒരു തൊപ്പി വാങ്ങിയതാ പെട്ടച്ച്. ഇനി അവരെഴുതി പോട്ടെ. അപ്പോൾ നമുക്കിതാ മൂന്നാറ് വിശേഷങ്ങൾ കാണാം. ഇതാ തേയിലത്തോട്ടം, പിന്നെ അവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ താമസിച്ച സ്ഥലം, പിന്നെ അവിടെ കുറേ പൂക്കൾ കൂടുതലല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഷായിട്ട് എനിക്ക് വീഡിയോ പിടിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അത് കാണും ചെയ്യാട്ടാ. ഇത് അവരെ താമസിച്ച ആ സ്ഥലമാണ് കേട്ടോ. റിസോർട്ട് പോലെ ആയിരുന്നു, നല്ല സ്ഥലമായിരുന്നു പറഞ്ഞു താമസിക്കാനൊക്കെ ആയിട്ട്. ഈ ഒരു പൂ നോക്കി നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇതിന് മുന്നൊന്നും കണ്ടിട്ടില്ല കേട്ടോ. നമ്മളവിടെ കിട്ടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് പറഞ്ഞു തരണം കേട്ടാ. ഇവരവിടെ ചെന്ന സമയത്ത് ഭയങ്കര കോടയായിരുന്നു പറയാം. കാരണം അകലേക്ക് കാണാനാ അല്ലെങ്കിൽ താഴേക്ക് നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റാത്ത പോലെയായിരുന്നു. പിന്നെ അത് മാത്രമല്ല മഴയും കിട്ടി, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക്.
ഇനിയിപ്പോ നമുക്ക് നമ്മുടെ പണികൾ തുടങ്ങാം. പ്രായത്തിന് കൂടെ ഇപ്പൊ പേരുപിടിയുടെ പോലെയാണ് നമ്മളെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതിന്റെ മുകളിൽ കുറച്ച് മണ്ണ് ഇട്ടിട്ടുള്ളൂ ഷായിട്ടെ. അപ്പൊ കണ്ടോ, ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഇതിന് കട നന്നായിട്ട് ഒന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അപ്പൊ അടുത്ത മുകളിൽ വെക്കണമെങ്കിൽ ഇതിന്റെ മുകളിൽ നമ്മുടെ തക്കാളി തീരെ വളർത്തിക്കനുസരിച്ച് ഷായിട്ട് മണ്ണിട്ട് കൊടുക്കും. എന്താ പ്ലാറ്റിന് മോനെ, എന്താ സങ്കടം? വരാം വരാം, അപ്പോൾ പോവാട്ടെ. ഇനി നമുക്ക് കൊള്ളിത്തരി നടാം. വാ. കൊള്ളിത്തറിക്ക് നമുക്ക് ആകെ 2 കഷ്ണം വേണ്ടോ. ഞാൻ എടുത്തപ്പോൾ 2 എടുത്തു എന്നുള്ളൂ കൂടുതൽ. കാരണം വേറെ സ്ഥലത്ത് നമ്മൾ നടാന്ന് വിചാരിച്ചിട്ടുണ്ട് ഈ പറമ്പിലേ ഒക്കെ ചെത്തി കൂട്ടിയിട്ടേ. ഒന്ന് വെണ്ണീറിൽ മുക്കിയിട്ട് വരട്ടെ കേട്ടാ. ഇങ്ങനെ ഒന്ന് ചെരിച്ച് നടണ്ട് കേട്ടാ. ഞാൻ എപ്പോഴും നടുമ്പോൾ പറയാറുണ്ട് ചെരിച്ചാണ് നമ്മൾ കൊള്ളിത്തരി നടാന്നുള്ളത്. എത്രയും മതി, കാരണം ഒരു തറി മതി, നമുക്കതനുസരിച്ച് കൊള്ളി ഉണ്ടാവേ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.